വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഈ കഴിഞ്ഞ 2022 NCA വിജ്ഞാപന പ്രകാരം HSA സോഷ്യൽ സയൻസിന് വന്ന കുറച്ച് ജനറൽ ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ മുന്നോട്ടുള്ള എല്ലാ പരീക്ഷകൾക്കും യൂസ്ഫുൾ ആകുന്ന തരത്തിലാണ് വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുക, അഭിപ്രായങ്ങൾ പറയുക, മുന്നോട്ടും ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, തിരുവിതാംകൂർ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി. തിരുവിതാംകൂർ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി രാജാ കേശവദാസ്. ഇപ്പോൾ രാജാ കേശവദാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്, വിഴിഞ്ഞം ഒരു ചെറിയ തുറമുഖമായി വികസിപ്പിച്ച് വ്യാപാര പുരോഗതിക്ക് വേണ്ടി അവിടെ കപ്പലുകൾ നിർമ്മിക്കാൻ ഏർപ്പാടുണ്ടാക്കിയ ദിവാൻ ആരാന്ന് ചോദിച്ചാൽ രാജാ കേശവദാസ് ആണ്. രാജാ കേശവദാസ് ആണ് വിഴിഞ്ഞം ഒരു ചെറിയ തുറമുഖമായി വികസിപ്പിച്ച് വ്യാപാര പുരോഗതിക്ക് വേണ്ടി അവിടെ കപ്പലുകൾ നിർമ്മിക്കാൻ ഏർപ്പാടുണ്ടാക്കിയത്. കൂടാതെ കുളച്ചൽ, പൂന്തുറ തുടങ്ങിയ നിലവിലുള്ള ചെറിയ തുറമുഖങ്ങളെയൊക്കെ നന്നാക്കി. വലിയ ദിവാൻജി എന്നറിയപ്പെട്ടിരുന്നത് രാജാ കേശവദാസ് ആണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് കേശവപിള്ള എന്നായിരുന്നു. രാജാ കേശവദാസിന് രാജ എന്ന പദവി നൽകിയത് മോണിങ്ടൺ പ്രഭുവാണ്. രാജാ കേശവദാസിന് രാജ എന്ന പദവി നൽകിയത് മോണിങ്ടൺ പ്രഭു. ആലപ്പുഴ തുറമുഖം, ചാല, കമ്പോളം പണി കഴിപ്പിച്ചത് രാജാ കേശവദാസ് ആണ്. ആലപ്പുഴ പട്ടണത്തിന്റെ സ്ഥാപകനാണ് രാജാ കേശവദാസ്. 1773 സമഗ്രമായ റവന്യൂ സർവേ നടത്തിയത് രാജാ കേശവദാസ് ആണ്. 1773 സമഗ്രമായ റവന്യൂ സർവേ നടത്തിയത് രാജാ കേശവദാസ്. രാജാ കേശവദാസ് വ്യാപാരപരമായിട്ട് പ്രാധാന്യമുള്ള ഒരു നഗരമാക്കി മാറ്റിയ തെക്കൻ തിരുവിതാംകൂറിലെ നഗരമാണ് കോട്ടാറ്. രാജാ കേശവദാസിന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്ത തിരുവനന്തപുരത്തെ പട്ടണമാണ് കേശവദാസപുരം. സംസ്ഥാന പാത 1 ബന്ധിപ്പിക്കുന്നത് കേശവദാസപുരത്തെയും അങ്കമാലിയെയും തമ്മിലാണ്. അടുത്ത ചോദ്യം, വേലുത്തമ്പി ദളവയുടെ ചരിത്ര പ്രസിദ്ധമായ കുണ്ടറ വിളംബരം നടന്നത് AD 1809 തന്നിട്ടുള്ളവയിൽ ഏത് ദിവസമാണ് ഇത് നടന്നത്? ജനുവരി 11. AD 1809 ജനുവരി 11 വേലുത്തമ്പി ദളവയുടെ ചരിത്ര പ്രസിദ്ധമായ കുണ്ടറ വിളംബരം നടന്നത്. കുണ്ടറ ഇന്ന് കൊല്ലം ജില്ലയുടെ ഭാഗമാണ്. 984 മകരം 1 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച മലയാളം തീയതി. 984 മകരം 1. കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധി ചോദിച്ചാൽ ഇളമ്പള്ളൂർ ക്ഷേത്രമാണ്. ഇളമ്പള്ളൂർ ക്ഷേത്രം. കുണ്ടറ വിളംബാനന്തരം നടന്ന യുദ്ധമാണ് കൊല്ലം യുദ്ധം. കൊല്ലം യുദ്ധം നടന്നത് 1809 ജനുവരി 15 കൊല്ലം യുദ്ധം നടന്നത് 1809 ജനുവരി 15. ജനുവരി 11 കുണ്ടറ വിളംബരം നടന്നത്. വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാരുമായി സായുധ സമരത്തിന് തയ്യാറെടുത്തപ്പോൾ രഹസ്യ കരാറുണ്ടാക്കിയത് കൊച്ചിയിലെ പാലിയത്തച്ഛനുമായിട്ടാണ്. കൊച്ചിയിലെ പാലിയത്തച്ഛനുമായിട്ട്. അടുത്ത ചോദ്യം, മരണത്തിനു പോലും മായ്ക്കുവാനാകാത്ത ആരാധനാസ്പർശിയായ സ്നേഹാദരങ്ങളോടെ ജനങ്ങൾ വീക്ഷിച്ചിരുന്ന രാജാവ് എന്ന് TH ബേബർ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ട നായകനായിരുന്ന നാട്ടുരാജാവ് കേരളവർമ്മ പഴശ്ശിരാജ. മരണത്തിനു പോലും മായ്ക്കാനാകാത്ത ആരാധനാസ്പർശിയായ സ്നേഹാദരങ്ങളോടെ ജനങ്ങൾ വീക്ഷിച്ചിരുന്ന രാജാവ് എന്ന് പഴശ്ശിരാജയെക്കുറിച്ച് പറഞ്ഞത് തോമസ് ഹാർവേ ബേബർ. തോമസ് ഹാർവേ ബേബറാണ് 1805 ഡിസംബർ 31 മലബാറിലെ പ്രിൻസിപ്പൽ കളക്ടർക്ക് അയച്ച കത്തിലൂടെ പഴശ്ശിരാജയെക്കുറിച്ച് ഒരു പ്രക്ഷോഭകാരിയാണെങ്കിലും അദ്ദേഹം ഈ രാജ്യത്തെ സ്വാഭാവിക മുഖ്യന്മാരിൽ ഒരുവനും അക്കാരണത്താൽ പരാജിതനായ വെറുമൊരു ശത്രു എന്നതിലുപരി പരിഗണിക്കപ്പെടേണ്ടവനുമാകുന്നു. എല്ലാ വർഗക്കാരിലും പഴശ്ശിരാജയോട് നിശ്ചിതമായ താല്പര്യമുണ്ടായിരുന്നു. തൻ്റെ മരണത്തിന് പോലും മായ്ക്കാനാകാത്ത വിധത്തിൽ ഇന്നാട്ടുകാർ അദ്ദേഹത്തെക്കുറിച്ച് ഭക്തിയുടെ സീമയിലെത്തുന്ന സ്നേഹാദരങ്ങൾ പുലർത്തിപ്പോന്നു എന്ന് പറഞ്ഞത്. പഴശ്ശിരാജയുടെ മൃതദേഹം തോമസ് ഹാർവേ ബേബറാണ് തൻ്റെ പല്ലക്കിൽ വഹിച്ചുകൊണ്ട് പോയി മാനന്തവാടിയിൽ കൊണ്ടുവന്നിട്ട് ആചാര ബഹുമതികളോടെ സംസ്കരിച്ചത്. തോമസ് ഹാർവേ ബേബർ തലശ്ശേരിയിലെ സബ് കളക്ടറായിട്ട് ജോയിൻ ചെയ്തത് 1804 പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ ആർതർ വെല്ലസ്ലിയുടെ നേതൃത്വത്തിൽ തോമസ് ഹാർവേ ബേബറാണ് പുൽപ്പള്ളിയിൽ 1200 പോലീസുകാരടങ്ങിയ ഒരു സേനയെ വിന്യസിച്ചത്. ഈ സേന കോൽക്കാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. കോൽക്കാർ. ചിറക്കൽ പ്രദേശത്ത് പല പ്രാദേശിക കലാപങ്ങളും കോൽക്കാരുടെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം അടിച്ചമർത്തിയത് കേട്ടോ, തോമസ് ഹാർവേ ബേബർ.
പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ്? കേണൽ ആർതർ വെല്ലസ്ലി ആണ്. കേണൽ ആർതർ വെല്ലസ്ലി. ഒന്നാം പഴശ്ശി കലാപം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നത് ചിറക്കൽ രാജാവാണ്. വർഷം 1797. പഴശ്ശിരാജയെക്കുറിച്ചും വേലുത്തമ്പി ദളവയെക്കുറിച്ചും ഒക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയും കൂടെ ഇതിൻ്റെ കൂടെ എടുത്തു കാണാം. അടുത്ത ചോദ്യം, 1808 ഡിസംബർ മാസത്തിൽ ബ്രിട്ടീഷ് റെസിഡന്റിന്റെ കൊച്ചി വസതി ആക്രമിക്കാൻ നേതൃത്വം കൊടുത്ത കൊച്ചി പ്രധാനമന്ത്രി പാലിയത്തച്ചൻ. ബ്രിട്ടീഷുകാർ ഭരണകാര്യങ്ങളിൽ ഇടപെട്ടതിനെ തുടർന്നാണ് പാലിയത്തച്ചൻ ബ്രിട്ടീഷുകാർക്കെതിരെ നിന്നത്. അതുമാത്രമല്ല, പാലിയത്തച്ചനുമായി തെറ്റിപ്പിരിഞ്ഞ നടവരമ്പത്ത് കുഞ്ഞികൃഷ്ണ മേനോൻ അദ്ദേഹത്തിന് റെസിഡന്റ് മെക്കാളെ അഭയം നൽകി. അപ്പം ഇക്കാര്യവും ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയുന്നതിന് പാലിയത്തച്ചനെ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പാലിയത്തച്ചനും വേലുത്തമ്പിയും തമ്മിൽ സഖ്യമുണ്ടാക്കാനുള്ള പ്രധാന കാരണം പാലിയത്തച്ചനുമായി തെറ്റിപ്പിരിഞ്ഞ നടവരമ്പത്ത് കുഞ്ഞികൃഷ്ണ മേനോന് അക്കാലത്തെ കൊച്ചിയിലെ റെസിഡന്റ് ആയിരുന്ന മെക്കാളെ അഭയം നൽകി. അപ്പോൾ മേനോനെ വിട്ടുകൊടുക്കണമെന്ന് പാലിയത്തച്ചൻ ആവശ്യപ്പെട്ടെങ്കിലും മെക്കാളെ അത് ചെയ്തില്ല. അപ്പോൾ അതിനെതിരെയാണ് വേലുത്തമ്പിയുമായിട്ട് സഖ്യമുണ്ടാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ട് പാലിയത്തച്ചൻ തീരുമാനിച്ചത്. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിൽ വിദ്യാഭ്യാസം സർക്കാർ ചെലവിലാക്കി വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി? ഗൗരി പാർവതിബായി. ഉത്രട്ടാതി തിരുനാൾ റാണി ഗൗരി പാർവതിബായി ആണ് തിരുവിതാംകൂറിൽ വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ചത്. അതിന്റെ ഫലമായി 1817 വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുത്തു. വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ഗൗരി പാർവതിബായി ആണ്. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഗൗരി പാർവതിബായി. തിരുവിതാംകൂറിൽ താണജാതിയിൽപ്പെട്ടവർക്ക് സ്വർണം, വെള്ളി മുതലായവയിലുള്ള ആഭരണങ്ങൾ അണിയാൻ അനുമതി നൽകിയതും ഗൗരി പാർവതിബായി ആണ്. തിരുവിതാംകൂറിൽ കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങൾ നിർത്തലാക്കിയ ഭരണാധികാരിയാണ്. തിരുവിതാംകൂറിൽ എല്ലാവർക്കും പുര ഓടുമേയാനുള്ള അനുമതി നൽകിയ ഭരണാധികാരി. കൊല്ലത്ത് തേവള്ളി കൊട്ടാരം നിർമ്മിച്ച സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ഗൗരി പാർവതിബായി ആയിരുന്നു. ആലപ്പുഴയിലും കോട്ടയത്തും പെൺപള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചതും പാർവതിബായിയുടെ കാലത്താണ്. 1821 കോട്ടയത്ത് CMS പ്രസ് സ്ഥാപിതമായപ്പോൾ ഉണ്ടായിരുന്നത് റാണി ഗൗരി പാർവതിബായി ആണ്. അടുത്ത ചോദ്യം, വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. താഴ്ന്ന ജാതിക്കാർക്കും വേദം അഭ്യസിക്കാം, വേദം പഠിക്കാം എന്ന് പറയുന്ന കൃതി കൂടിയാണ് വേദാധികാര നിരൂപണം. ചട്ടമ്പി സ്വാമികൾ എഴുതിയ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം. പ്രാചീന മലയാളം എന്ന കൃതിയിലാണ് കേരളത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട ആ ഒരു കോൺസെപ്റ്റിനെ വിമർശിക്കുന്നത്. ചട്ടമ്പി സ്വാമികൾ എഴുതിയ വളരെ പ്രധാനപ്പെട്ട കൃതികളാണ് ക്രിസ്തുമത നിരൂപണം, അദ്വൈത ചിന്താപദ്ധതി, അതുപോലെ ആദിഭാഷ അദ്വൈതവരം, മോക്ഷപ്രദീപ ഖണ്ഡനം, ജീവകാരുണ്യ നിരൂപണം. പിന്നെ ജീവകാരുണ്യ ദിനമായിട്ടാണ് ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനം ആഘോഷിക്കുന്നത്. ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് സമാധി സപ്താഹം എന്ന ഗ്രന്ഥം എഴുതിയത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. അതുപോലെ ചട്ടമ്പി സ്വാമികൾ ജീവിതവും കൃതികളും എന്ന കൃതി എഴുതിയത് K മഹേശ്വരൻ നായരാണ്. ചട്ടമ്പി സ്വാമികൾ ജീവിതവും ദർശനവും എന്ന കൃതി എഴുതിയത് ടോണി മാത്യു ആണ്. ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് ശ്രീനാരായണ ഗുരു എഴുതിയ കൃതിയാണ് സമാധി ശ്ലോകങ്ങൾ. അടുത്ത ചോദ്യം, പൂർവ്വതീര കനാലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ദേശീയപാത? പൂർവ്വതീര കനാൽ എന്ന് പറയുമ്പം കിഴക്കൻ തീര കനാൽ കേട്ടോ. അപ്പോൾ അതിൽ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ D ആണ്, ദേശീയ ജലപാത 5. നാഷണൽ വാട്ടർ ഹൈവേ 5 ആണ് ഏതുമായിട്ട് പൂർവ്വതീര കനാലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ദേശീയ ജലപാത. ദേശീയ ജലപാത 5 ബന്ധിപ്പിക്കുന്നത് തൽച്ചർ, ധാമ്ര എന്നീ സ്ഥലങ്ങളെയാണ്. തൽച്ചർ, ധാമ്ര. നാഷണൽ വാട്ടർ ഹൈവേയുടെ നീളം 623 കിലോമീറ്റർ ആണ്. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ദേശീയ ജലപാത 5 ആണ്. ഈസ്റ്റ് കോസ്റ്റ് കനാൽ. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ദേശീയ ജലപാത 3 ആണ് കേട്ടോ. ഇനി ദേശീയ ജലപാത 1നെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയതാണ് ഈ ദേശീയ ജലപാത 1. ജലപാതകളിൽ ആദ്യത്തേതും ഏറ്റവും നീളം കൂടിയതും. ദേശീയ ജലപാത 1ന്റെ നീളം 1620 കിലോമീറ്റർ ആണ്. പശ്ചിമ ബംഗാളിലെ ഹൽദിയ, ഉത്തർപ്രദേശിലെ അലഹബാദുമായിട്ടാണ്, അതായത് നിലവിലെ പ്രയാഗ്രാജുമായിട്ടാണ് ദേശീയ ജലപാത 1 കണക്ട് ചെയ്യുന്നത്. ദേശീയ ജലപാത 1 കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ.
പിന്നെ അതുപോലെ തന്നെ 4 വിഭാഗങ്ങളാണ് 1986 പ്രഖ്യാപിക്കപ്പെട്ട ദേശീയ ജലപാതയിലുള്ളത്. ഒന്ന് ഹാൽഡിയ ഫറാക്ക 560 കിലോമീറ്റർ, ഫറാക്ക ബാർഹ് 400 കിലോമീറ്റർ, ബാർഹ് ഗാസിപ്പൂർ 290 കിലോമീറ്റർ, ഗാസിപ്പൂർ അലഹബാദ് അഥവാ ചൂനാർ 370 കിലോമീറ്റർ. ഇത്രയാണ് നാഷണൽ വാട്ടർ ഹൈവേ 1 ഉൾപ്പെടുന്നത്. ജൽമാർഗ് വികാസ് പ്രോജക്റ്റ് ഏത് ജലപാതയുമായി ബന്ധപ്പെട്ടതാണ്? ദേശീയ ജലപാത 1. ഇനി ദേശീയ ജലപാത 2 സ്ഥിതി ചെയ്യുന്ന നദി ബ്രഹ്മപുത്ര നദിയാണ് കേട്ടോ. ദേശീയ ജലപാത 1 മറ്റൊരു പേര് ഗംഗ ഭഗീരഥി ഹൂഗ്ലി നദീ സംവിധാനം. ഓർമ്മിച്ചു വെക്കുക, ഗംഗ ഭഗീരഥി ഹൂഗ്ലി. നാഷണൽ വാട്ടർ ഹൈവേ 2 നീളം 891 കിലോമീറ്റർ ആണ്. 891 കിലോമീറ്റർ. പിന്നെ PSC എല്ലായ്പ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ദേശീയ ജലപാത 3. ദേശീയ ജലപാത 3 തമ്മിൽ ബന്ധിപ്പിക്കുന്നത് കൊല്ലം കോഴിക്കോട് ജില്ലകളെയാണ്. കൊല്ലം കോഴിക്കോട്. ചിലതിൽ കൊല്ലം കോട്ടപ്പുറം ഒന്നും കാണിക്കാറുണ്ട് കേട്ടോ. നാഷണൽ വാട്ടർ ഹൈവേ അഥവാ വെസ്റ്റ് കോസ്റ്റ് കനാൽ അത് 1993 പ്രഖ്യാപിച്ചത്. പിന്നെ ഓർമ്മിച്ചു വെക്കേണ്ട ഒരു പോയിന്റ്, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാതയാണ് ദേശീയ ജലപാത 3. വെസ്റ്റ് കോസ്റ്റ്, ചമ്പക്കര ഉദ്യോഗമണ്ഡൽ എന്നീ കനാലുകൾ വഴിയാണ് ഇതിനെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് സാഗർമാല പ്രോജക്റ്റ്. ഇന്ത്യയുടെ 7500 കിലോമീറ്റർ നീളമുള്ള തീരപ്രദേശവും തുറമുഖവും 14,500 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഉൾനാടൻ ജലഗതാഗതവും വികസിപ്പിക്കുന്നതിനായുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ് സാഗർമാല. 2015 മാർച്ച് 25 കേന്ദ്ര ക്യാബിനറ്റിന്റെ അംഗീകാരം സാഗർമാല പദ്ധതിക്ക് ലഭിച്ചത്. ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ കൊച്ചി വാട്ടർ മെട്രോ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റിവർ ക്രൂയിസ് MV ഗംഗാ വിലാസ് ബന്ധിപ്പിക്കുന്നത് വാരണാസിയെയും ദിബ്രുഗഡിനെയും. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം 1925. 1925 മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത്. 1925 മാർച്ച് 12 ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ ശിവഗിരിയിൽ വെച്ച് കണ്ടത്. ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടത് 1882 അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച്. കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടത് കായിക്കരയിൽ 1891. ഡോക്ടർ പൽപ്പു ശ്രീനാരായണ ഗുരുവിനെ കണ്ടത് ബംഗളൂരു വെച്ചിട്ടാണ് 1895. അതുപോലെ അയ്യങ്കാളി ബാലരാമപുരത്ത് വെച്ചാണ് ശ്രീനാരായണ ഗുരുവിനെ കണ്ടത്, വർഷം 1912. വാഗ്ബടാനന്ദൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടത് 1914 ആലുവയിൽ വെച്ചാണ്. രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ കണ്ടത് ശിവഗിരിയിൽ വെച്ച്, വർഷം 1922. അടുത്ത ചോദ്യം, കെ രാമകൃഷ്ണപിള്ള പത്രാധിപരായിരുന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ ഉടമ വക്കം അബ്ദുൽ ഖാദർ മൗലവി. കെ രാമകൃഷ്ണപിള്ളയുമായി ബന്ധപ്പെട്ട ന്യൂസ് പേപ്പർ കേരള ദർപ്പണം, മലയാളി, കേരള പഞ്ചിക, സ്വദേശാഭിമാനി. രാജാധികാരം പ്രജകളാൽ ദത്തമാണെന്ന് കേരളൻ മാസികയിലൂടെ ഉദ്ഘോഷിച്ച വ്യക്തി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പ്രധാന കൃതികൾ കാർൽ മാക്സ്, സോക്രട്ടീസ്, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, ക്രിസ്റ്റഫർ കൊളംബസ്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, വാമനൻ, ബാലകലേശ നിരൂപണം, നരകത്തിൽ നിന്ന്, കേരള ഭാഷോൽപത്തി, പത്രധർമ്മം, ഡൽഹി ദർബാർ, മന്നൻ്റെ കത്ത്, ഭാഷാസരണി, ചില മലയാള വർണ്ണങ്ങൾ, ദി ഡിപ്പോർട്ടേഷൻ കേസ് ഓഫ് ട്രാവൻകൂർ, കൃഷിശാസ്ത്രം, നായന്മാരുടെ സ്ഥിതി. ഇതെല്ലാം എഴുതിയത് ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അടുത്ത ചോദ്യം, കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് താഴെ പേര് നൽകിയിട്ടുള്ളവയിൽ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട നേതാവ് സി കൃഷ്ണൻ നായർ. കയ്യൂർ സമരം നടന്നത് 1941 മാർച്ച് 28. ഈ ഒരു സമരത്തിൽ പങ്കെടുത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടെങ്കിലും ചുരിക്കാടൻ കൃഷ്ണൻ നായർ പ്രായപൂർത്തിയാകാത്തതുകൊണ്ട് വധശിക്ഷയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയച്ചു. കയ്യൂർ സമരം നടന്ന ജില്ല കാസർഗോഡാണ്. നദീതടം കരിയങ്കോട് നദി. ഈ കരിയങ്കോട് നദിയാണ് തേജസ്വിനി നദി എന്നറിയപ്പെടുന്നത്. കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് ആക്രമണത്തിൽ നിന്ന് ഭയന്ന് പുഴയിൽ ചാടി മരിച്ച പോലീസുകാരനാണ് സുബ്ബരായൻ. അടുത്ത ചോദ്യം, 1947 തൃശൂരിൽ ചേർന്ന ഐക്യ കേരള സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് കെ കേളപ്പനാണ്. കെ കേളപ്പൻ. 1920 നാഗ്പൂർ സമ്മേളനത്തിലാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്നൊരു തീരുമാനമുണ്ടായി. ഇതിനെ തുടർന്ന് കേരള പ്രൊവിഷ്യണൽ കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നു. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് ഒറ്റപ്പാലത്ത് വെച്ചാണ്.
ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ. 1947 തൃശ്ശൂരിലായിരുന്നു ഐക്യ കേരള കൺവെൻഷൻ നടന്നത്. ഐക്യ കേരള കൺവെൻഷന്റെ അധ്യക്ഷൻ കെ കേളപ്പനായിരുന്നു. ഐക്യ കേരള കൺവെൻഷനിൽ ഐക്യ കേരളം എത്രയും പെട്ടെന്ന് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത് മൊയ്തു മൗലവിയാണ്. മൊയ്തു മൗലവി. സ്വാതന്ത്ര്യപ്രാപ്തിക്കു ശേഷം ഐക്യ കേരള സമ്മേളനം നടന്നത് ആലുവയിൽ വെച്ചാണ്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര രാഷ്ട്രതന്ത്രത്തിന്റെ വ്യാപ്തിയെ രൂപപ്പെടുത്തുന്നത് രാഷ്ട്രങ്ങൾക്കിടയിലെ അധികാരത്തിനുള്ള പോരാട്ടമാണ് എന്ന് നിരീക്ഷിച്ചതാരാണ്? മോർഗൻതൗ. അന്താരാഷ്ട്ര രാഷ്ട്രതന്ത്രത്തിന്റെ വ്യാപ്തിയെ രൂപപ്പെടുത്തുന്നത് രാഷ്ട്രങ്ങൾക്കിടയിലെ അധികാരത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണെന്ന് നിരീക്ഷിച്ചത് മോർഗൻതൗ ആണ്. അടുത്ത ചോദ്യം, യൂറോ വിനിമയം ആരംഭിച്ച വർഷം? 2002. യൂറോപ്യൻ യൂണിയന്റെ കറൻസിയാണ് യൂറോ. അടുത്ത ചോദ്യം, 164ാമത്തെ അംഗമായി WTO-യിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ചേർന്ന ഏഷ്യൻ രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. 164ാമത്തെ അംഗമാണ് അഫ്ഗാനിസ്ഥാൻ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ. 2024 കണക്കനുസരിച്ച് 166 രാജ്യങ്ങളാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ഉള്ളത്. അതിൽ 166ാമത്തെ രാജ്യം ടിമോർ ലെസ്ലെ ആണ്. ടിമോർ ലെസ്ലെ. 1995 ജനുവരി 1-നാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നത്. ഇന്ത്യ 1995 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ സ്ഥാപിക്കുന്ന സമയത്ത് സ്ഥാപക അംഗമാണ് കേട്ടോ. പിന്നെ 1948 ഗാട്ട് ജനറൽ എഗ്രിമെന്റ് ഫോർ ടാരിഫ് ആൻഡ് ട്രേഡ് ഇത് നിലവിൽ വരുമ്പോഴും ഇന്ത്യ അതിനകത്ത് ഉണ്ടായിരുന്നു. അടുത്തത്, നാമിന്റെ സ്ഥിര ആസ്ഥാനം. സ്ഥിര ആസ്ഥാനമില്ല. നാം അഥവാ ചേരിചേരാ പ്രസ്ഥാനത്തിന് സ്ഥിരം ആസ്ഥാനമില്ല. 1961 ബൽഗ്രേഡിൽ വെച്ചാണ് ചേരിചേരാ രാജ്യങ്ങളുടെ ആദ്യ ഉച്ചകോടി നടന്നത്. 1961. 1955 ബന്തൂങ് സമ്മേളനത്തിലാണ് ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിക്കാൻ തീരുമാനിച്ചത്. അടുത്ത ചോദ്യം, നിങ്ങൾ എന്തെങ്കിലും നടപ്പിലാക്കുന്നതിന് മുൻപ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവന്റെ മുഖം ഓർക്കുക. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഗാന്ധിജിയാണ്. മഹാത്മാഗാന്ധി. സയന്റിഫിക് മാനേജ്മെന്റ് തിയറി വികസിപ്പിച്ചത് FW ടൈലർ ആണ്. മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിക്കുന്നവർക്കായുള്ള കേരള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട്. ബധിരരായ കുട്ടികളുടെ കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ശ്രുതി തരംഗം. അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും പുനരധിവാസത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി സ്നേഹസ്പർശം. 65 വയസ്സിന് മേൽ പ്രായമായവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതി വയോമിത്രം. അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണവും സന്തോഷപൂർണവുമായ ഒരു ജീവിതം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സനാഥ ബാല്യം. അടുത്ത ചോദ്യം, ഉൽപാദന ഉപാധികൾ പൊതു ഉടമസ്ഥതയിലുള്ളതും കേന്ദ്രീകൃത ആസൂത്രണം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതുമായ സാമ്പത്തിക വ്യവസ്ഥ അറിയപ്പെടുന്നത് സോഷ്യലിസ്റ്റ് സാമ്പത്തിക വ്യവസ്ഥ. ഇതുമായി ബന്ധപ്പെട്ട ഒരു SCERT ചാപ്റ്റർ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും കൂടെ കാണണേ. അടുത്ത ചോദ്യം, സൂര്യരശ്മി വർഷം മുഴുവൻ ലംബമായി പതിക്കുന്നത് ഏത് മേഖലയിലാണ്? മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, അതായത് 0 ഡിഗ്രി അക്ഷാംശ മേഖലയിലാണ് സൂര്യരശ്മി വർഷം മുഴുവൻ ലംബമായിട്ട് പതിക്കുന്നത്. സംവഹന വൃഷ്ടി ഏറ്റവും കൂടുതലായി ലഭിക്കുന്നതും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലാണ്. ഡോൾഡ്രംസ് എന്നാണ് ഈ മേഖല അറിയപ്പെടുന്നത്. കാരണം ഇവിടെ വാതം അല്ലെങ്കിൽ കാറ്റ് അനുഭവപ്പെടുന്നില്ല, നിർവാത മേഖലയാണ്. അടുത്ത ചോദ്യം, വ്യാപാരവുമായി ബന്ധപ്പെട്ട അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് സിദ്ധാന്തം ആവിഷ്കരിച്ചത്? ആദം സ്മിത്ത്. ആദം സ്മിത്ത് ആണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയുടെ വക്താവ്. ആദം സ്മിത്ത് ആണ് ലേസർ-സ്ഫിയർ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ് ഞാൻ മുന്നത്തെ ഒരു SCERT ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്, ആ വീഡിയോ കാണാം. അടുത്ത ചോദ്യം, ഭാരതത്തിലെ ഉത്തര സമതലങ്ങളിൽ വീശുന്ന പ്രാദേശികവാദം. ഭാരതത്തിലെ ഉത്തര സമതലങ്ങളിൽ വീശുന്ന പ്രാദേശികവാദമാണ് ലൂ. ലൂ എന്ന് പറയുന്നത് ഒരു ഉഷ്ണക്കാറ്റാണ്. അത് ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് വീശുന്നത്. അതുപോലെയുള്ള പ്രാദേശികവാദങ്ങളാണ് ചിനൂക്ക്, ഹർമാറ്റൻ, ഫൊൻ തുടങ്ങിയവ. കാറ്റുകളുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതും കൂടെ ഇതിൻ്റെ കൂടെ കാണാം കേട്ടോ. അടുത്ത ചോദ്യം, തന്നിട്ടുള്ളവയിൽ ഉത്തരായന രേഖ കടന്നു പോകാത്ത ഇന്ത്യൻ സംസ്ഥാനം. ഉത്തരായന രേഖ കടന്നു പോകാത്ത ഇന്ത്യൻ സംസ്ഥാനമാണ് ഒറീസ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ, 23.5 ഡിഗ്രി വടക്ക്. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വിഭജിക്കുന്നതും ഉത്തരായന രേഖയാണ്. 23.5 ഡിഗ്രി വടക്ക് അക്ഷാംശ രേഖ.
ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 8 MT, JCB, MGR എന്ന് ഓർത്തു വെച്ചാൽ മതി. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ത്രിപുര, മിസോറാം, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. MT, JCB, MGR. ഉത്തരായന രേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം റാഞ്ചിയാണ്, ജാർഖണ്ഡ്. റാഞ്ചിയിലാണ് മുണ്ട കലാപം നടന്നത് കേട്ടോ. അടുത്തത് മഞ്ഞ നിറം ഭൂപടത്തിൽ ഭൂസവിശേഷത ചിത്രീകരിക്കാൻ സൂചകമാക്കുന്നത് എന്തിനാണ്? മഞ്ഞ നിറം കൃഷിയിടത്തിനാണ്. തരിശു ഭൂമിയാണെങ്കിൽ വെള്ളയാണ് കൊടുക്കുക. അതുപോലെ പാർപ്പിടങ്ങൾ ചുമപ്പാണ്. കോണ്ടൂർ രേഖകൾ തവിട്ട് നിറമാണ്. മണൽക്കൂന, റോക്സ് ഒക്കെ അത് തവിട്ട് നിറത്തിലാണ് കൊടുക്കുക. ജലാശയങ്ങൾ നീല നിറത്തിലും വരണ്ട ജലാശയങ്ങൾ കറുപ്പ് നിറത്തിലുമാണ് ഭൂപടങ്ങളിൽ കൊടുക്കുന്നത്. പച്ച നിറത്തിൽ കൊടുക്കുന്നത് നൈസർഗിക സസ്യജാലങ്ങളാണ്, നാച്ചുറൽ വെജിറ്റേഷൻ. അടുത്ത ചോദ്യം, ഗ്രാനൈറ്റ് ഏതു തരം ശിലകളിൽ ഉൾപ്പെടുന്നു? ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞത് ആഗ്നേയശിലയാണ്. ആഗ്നേയശില എന്ന് പറയുന്നത് പ്രാഥമിക ശിലയാണ്, അതുപോലെ തന്നെ മാതൃശിലയാണ്. എല്ലാ ശിലകളും രൂപപ്പെടുന്നത് ആഗ്നേയശിലകളിൽ നിന്നാണ്. ആഗ്നേയശിലകളെ രൂപീകരണത്തിനനുസരിച്ച് അന്തർജാത ശിലകളും ബാഹ്യജാത ശിലകൾ എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. പിന്നെ അതിനകത്ത് ഓർമ്മിച്ചു വെക്കുക, ബസാൾട്ടൊക്കെ ആഗ്നേയശിലക്ക് ഉദാഹരണമാണ്. അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ ലാവ തണുത്തുറഞ്ഞാണ് ആഗ്നേയശിലകൾ ഉണ്ടാവുന്നത്. അടുത്തത് മടക്ക് പർവ്വതത്തിന് ഉദാഹരണം. മടക്ക് പർവ്വതത്തിന് ഉദാഹരണം ഹിമാലയമാണ്. ഹിമാലയം പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതമാണ്. അപ്പോൾ ഓർമ്മിച്ചു വെക്കുക, സംയോജക സീമയുടെ ഫലമായിട്ടാണ് ഹിമാലയ പർവ്വതം രൂപം കൊണ്ടത്. തെതീസ് നദിയുടെ അടിത്തട്ട് മുകളിലേക്ക് പൊങ്ങി വന്നാണ് ഹിമാലയ പർവ്വതം രൂപപ്പെട്ടിട്ടുള്ളത്. ഹിമാലയ പർവ്വതത്തിന്റെ 3 ഭാഗങ്ങൾ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ട്രാൻസ് ഹിമാലയത്തിൽ വരുന്ന പർവ്വതനിരകളാണ് ലഡാക്ക്, സസ്കർ, കാറക്കോറം. അടുത്തത്, കാനറി കരണ്ട് ഏത് സമുദ്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അറ്റ്ലാന്റിക് സമുദ്രം. അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് കാനറി കരണ്ട് ഉള്ളത്. അപ്പോൾ സമുദ്രജല പ്രവാഹങ്ങളെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണുക. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കൊടുങ്കാറ്റിൻ്റെ സൂചനയായി കരുതപ്പെടുന്ന മേഘങ്ങൾ? അൾട്ടോ ക്യൂമുലസ്. അൾട്ടോ ക്യൂമുലസ് മേഘങ്ങളാണ് കൊടുങ്കാറ്റിൻ്റെ സൂചനയായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ആകാശത്ത് തിരമാലകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് ആൾട്ടോ ക്യൂമുലസ്. കൊടുങ്കാറ്റിൻ്റെ സൂചനയായിട്ട് പരിഗണിക്കപ്പെടുന്നത് ആൾട്ടോ ക്യൂമുലസ് ആണ്. മധ്യതല മേഘങ്ങൾക്ക് ഉദാഹരണമാണ് ആൾട്ടോ ക്യൂമുലസ്. ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ മേഘങ്ങളെ 4ആയി തരംതിരിക്കാം. വളരെ ഉയരത്തിൽ കാണുന്നവ മധ്യമേഘങ്ങൾ, താഴ്ന്ന മേഘങ്ങൾ, കൂടുതൽ ഉയരങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുള്ള മേഘങ്ങൾ. അതിൽ മധ്യമേഘങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് ആൾട്ടോ ക്യൂമുലസ് മേഘങ്ങൾ. ലെൻസിന്റെ ആകൃതിയിലുള്ള മേഘങ്ങളാണ് ലെൻഡിക്യുലാർ മേഘങ്ങൾ. താഴ്ന്നു വീശുന്ന കാറ്റിന് സമാന്തരമായി രൂപപ്പെടുന്ന ക്യൂമുലസ് മേഘങ്ങളുടെ നിര ക്ലൗഡ് സ്ട്രീറ്റ്സ്. ഓർമ്മിച്ചു വെക്കുക, താഴ്ന്നു വീശുന്ന കാറ്റിന് സമാന്തരമായി രൂപപ്പെടുന്ന ക്യൂമുലസ് മേഘങ്ങളുടെ നിര ക്ലൗഡ് സ്ട്രീറ്റ്സ്. ലെൻസിന്റെ ആകൃതിയിലുള്ള മേഘങ്ങൾ ലെൻഡിക്കുലാർ മേഘങ്ങൾ. ഉയർന്ന മലകൾക്കും പർവ്വതങ്ങൾക്കും മുകളിലായിട്ട് കാണപ്പെടുന്നത് ബാനർ മേഘങ്ങൾ. ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് വർഷിക്കപ്പെട്ട സമയത്ത് രൂപം കൊണ്ട മേഘങ്ങൾ കൂൺ മേഘങ്ങളാണ്. അതുപോലെ ദക്ഷിണേന്ത്യൻ രാജ്യങ്ങൾക്ക് മുകളിൽ രൂപം കൊള്ളുന്ന അന്തരീക്ഷ മലിനീകരണ പുതപ്പ് എന്നറിയപ്പെടുന്ന മേഘങ്ങൾ ബ്രൗൺ ക്ലൗഡാണ്. അടുത്തത്, ഹിമാനികളുടെ നിക്ഷേപണ ഫലമായിട്ടുണ്ടാകുന്ന ഭൂരൂപങ്ങൾ. മൊറൈനുകൾ. മൊറൈനുകൾ ഒരു നിക്ഷേപണ ഭൂരൂപമാണ്. മൊറൈനുകൾക്ക് കാരണമാകുന്ന ഭൂരൂപ രൂപീകരണ സഹായിയാണ് ഹിമാനികൾ. ഹിമാനികളുടെ അപരദന ഫലമായിട്ട് രൂപം കൊള്ളുന്നവയാണ് സിർക്കുകൾ. ബർക്കനുകൾ കാറ്റിന്റെ നിക്ഷേപണ ഫലമായിട്ടാണ് രൂപം കൊള്ളുന്നത്. അത് ചന്ദ്രകലയിലുള്ള മണൽക്കൂനകളാണ്. അടുത്ത ചോദ്യം, 1-ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 2.1%. കുടുംബശ്രീ രൂപീകരിച്ചത് 9-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. സ്വാതന്ത്ര്യദിനത്തിന്റെ 50-ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് 9-ാം പഞ്ചവത്സര പദ്ധതി. ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്കിനേക്കാൾ ഉയർന്ന സാമ്പത്തിക വളർച്ച നേടിയ പഞ്ചവത്സര പദ്ധതിയാണ് 1-ാം പഞ്ചവത്സര പദ്ധതി. കേരള മോഡൽ പഞ്ചവത്സര പദ്ധതി ഏതാണ്? 10-ാം പഞ്ചവത്സര പദ്ധതി. 1951-ലാണ് പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത്. ഇന്ത്യ അതിന് മാതൃകയാക്കിയത് USSRനെയാണ്. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് 1-ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഹരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്നതും 1-ാം പഞ്ചവത്സര പദ്ധതി. പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് കാണുക. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അടുത്ത ചോദ്യം, തന്നിട്ടുള്ളവയിൽ ഏത് പൊതുമേഖലാ ബാങ്കിലാണ് ആന്ധ്ര ബാങ്ക് ലയിച്ചത്? ആന്ധ്ര ബാങ്ക് ലയിച്ചത് യൂണിയൻ ബാങ്കിലാണ്. ബാങ്കുകളുടെ ബാങ്കാണ് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 1935 ഏപ്രിൽ 1-നാണ് രൂപീകൃതമായത്. ആസ്ഥാനം മുംബൈ ആണ്.
അടുത്തത് താഴെ തന്നിട്ടുള്ളവയിൽ GST നിരക്കിൽ ഉൾപ്പെടാത്തത് 15%. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് ഈ വർഷം ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. GSTയുടെ പുതിയ സ്ലാബുകൾ 5%, 18%. GST ഒഴിവാക്കിയ സ്ലാബുകൾ 12%, 28%. 2017 ജൂലൈ 1-നാണ് GST നിലവിൽ വന്നത്. അടുത്ത ചോദ്യം നീതി ആയോഗിന്റെ ആദ്യ സമ്മേളനം നടന്ന തീയതി. നീതി ആയോഗിന്റെ ആദ്യ സമ്മേളനം നടന്നത് 2015 ഫെബ്രുവരി 8-നാണ്. 2015 ഫെബ്രുവരി 8-ന്. നീതി ആയോഗിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇവിടെ ഓർമ്മിച്ചു വെക്കേണ്ട ഒരു പോയിന്റ്, നീതി ആയോഗിന്റെ ചെയർപേഴ്സൺ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗിലെ ഭരണസമിതി അംഗങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉണ്ടായിരിക്കും. എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുണ്ടായിരിക്കും. നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ, അതായത് ഡൽഹി, പുതുച്ചേരിയിലൊക്കെ മുഖ്യമന്ത്രിമാരും ഉൾപ്പെടും. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ കാണും. അനൗദ്യോഗിക അംഗങ്ങളെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് കാണും. ഉപാധ്യക്ഷൻ, നീതി ആയോഗിലെ ഫുൾ ടൈം മെമ്പേഴ്സ് ഉണ്ടാവും. പ്രത്യേക ക്ഷണിതാക്കളും ഉണ്ടാവും. പിന്നെ റീജിയണൽ കൗൺസിലെ അംഗങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നോ അതിലധികമോ സംസ്ഥാന മേഖലകളെ സംബന്ധിച്ച വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് റീജിയണൽ കൗൺസിലായിരിക്കും. നിശ്ചിത കാലത്തേക്കാണ് ഇവയുടെ രൂപീകരണം. പ്രധാനമന്ത്രിയാണ് റീജിയണൽ കൗൺസിൽ വിളിച്ചു ചേർക്കുന്നത്. നീതി ആയോഗിന്റെ ചെയർപേഴ്സണോ അദ്ദേഹം നിശ്ചയിക്കുന്ന പ്രതിനിധിയോ ആയിരിക്കും ഈ ഒരു റീജിയണൽ കൗൺസിലിന്റെ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത്. നീതി ആയോഗിന്റെ ആദ്യ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ, രണ്ടാമത്തെ ഉപാധ്യക്ഷൻ രാജീവ് കുമാർ, നിലവിൽ സുമൻ കെ ബറി. നീതി ആയോഗിന്റെ പ്രഥമ CEO സിന്ധുശ്രീ ഗുള്ളറായിരുന്നു. അമിതാഭ് കാന്താണ് രണ്ടാമത്തെ CEO. നീതി ആയോഗിന്റെ നിലവിലെ CEO BVR സുബ്രഹ്മണ്യം. അടുത്ത ചോദ്യം, പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത, കൊള്ളലാഭം ഇവയിൽ നിന്ന് ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്ന നിയമം അവശ്യ സാധന നിയമം 1955. ഉപഭോക്തൃ സംരക്ഷണവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണണേ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ 11-ാം ഷെഡ്യൂളിന്റെ ഉള്ളടക്കം, പഞ്ചായത്തുകളുടെ അധികാരവും ഉത്തരവാദിത്വവും. പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത് 1959 രാജസ്ഥാനിലെ നാഗൂരിലാണ് കേട്ടോ. പഞ്ചായത്ത് രാജ് സംവിധാനം ആദ്യമായിട്ട് നടപ്പിലാക്കിയത്. ഗ്രാമസഭകളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 243A ആണ്. പഞ്ചായത്തുകളുടെ ഭരണഘടനയെ സംബന്ധിച്ച് പറയുന്ന ആർട്ടിക്കിൾ 243B ആണ്. പഞ്ചായത്ത് കാലാവധിയെക്കുറിച്ച് പറയുന്നത് 243E ആണ്. 243Iലാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. 243Kയിൽ പഞ്ചായത്ത് ഇലക്ഷൻ, സംസ്ഥാന ഇലക്ഷനെ കുറിച്ചാണ് പറയുന്നത്. പഞ്ചായത്ത് രാജ് ഭരണ സംവിധാനങ്ങളെക്കുറിച്ച് പറയുന്നത് 73-74 ഭേദഗതിയിലാണ്. അടുത്ത ചോദ്യം, മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഭാഗം 3. ഭാഗം 3-ലാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്നത്. മൗലിക അവകാശങ്ങൾ ഇന്ത്യ കടമെടുത്തിട്ടുള്ളത് അമേരിക്കയിൽ നിന്നാണ്. അടുത്തത്, ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കപ്പെടാൻ പൂർത്തിയാകേണ്ട പ്രായം 35 വയസ്സ്. അടുത്തത്, നിയമവാഴ്ച എന്ന ആശയം കടം കൊണ്ടത്, അത് ബ്രിട്ടനിൽ നിന്നാണ്. അടുത്തത്, ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിച്ചു തുടങ്ങിയ വർഷം 1989 മുതലാണ്. അടുത്ത ചോദ്യം, തന്നിട്ടുള്ളവയിൽ ചെമ്പു ധാതു നിക്ഷേപം കൂടുതലുള്ള സംസ്ഥാനം. ചെമ്പ് ഏറ്റവും കൂടുതലുള്ളത് രാജസ്ഥാനിലാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ചിലിയിലാണ്. ചെമ്പ് പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെമ്പ് ഖനിയാണ് രാജസ്ഥാനിലെ ഖേത്രി. ഇന്ത്യയിലെ ചെമ്പ് ഉൽപാദന മേഖല ജാർഖണ്ഡിൽ സിംഗ്ഭം ജില്ല, മധ്യപ്രദേശിൽ ബാലാഘട്ട് ജില്ല, രാജസ്ഥാൻ ജുൻജുനു, അൽവാർ ജില്ല, ആന്ധ്രാപ്രദേശിൽ അഗ്നികുണ്ഡല, ഗുണ്ടൂർ ജില്ല, കർണാടക ചിത്രദുർഗ്, ഹാസൻ, തമിഴ്നാട്ടിലെ സൗത്ത് ആർക്കോട്ട് ജില്ല. ഓർമ്മിച്ചു വെക്കുക, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചെമ്പുൽപാദന മേഖല ജാർഖണ്ഡിലാണ് സിംഗ്ഭം ജില്ല, മധ്യപ്രദേശ് ബാലാഘട്ട്, രാജസ്ഥാൻ ജുൻജുനു, അൽവാർ ജില്ല, ആന്ധ്രാപ്രദേശിലാണെങ്കിൽ അഗ്നികുണ്ഡല, അതുപോലെ കർണാടക ചിത്രദുർഗ്, ഹാസൻ, തമിഴ്നാട് സൗത്ത് ആർക്കോട്ട് ജില്ല. അടുത്ത ചോദ്യം, നീലഗിരി ബയോസ്ഫിയർ റിസർവ് നിലവിൽ വന്ന വർഷം 1986. 1986-ലാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ് നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവാണ് നീലഗിരി. അടുത്ത ചോദ്യം, പൗർണമി, അമാവാസി എന്നിവയ്ക്ക് ശേഷം 7 ദിവസങ്ങൾ കഴിഞ്ഞുണ്ടാവുന്ന ദുർബല വേലിയേറ്റമാണ് സപ്തമി വേലി. സപ്തമി വേലിക്ക് ഭൂമിയും അതുപോലെ സൂര്യനും ചന്ദ്രനും തമ്മിലുള്ള ഒരു ആകർഷണ ബലം കുറയുമ്പോഴാണ് ഈ ഒരു വേലിയേറ്റം ഉണ്ടാകുന്നത്.
അടുത്ത ചോദ്യം, കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? കബനി കാവേരി നദിയുടെ പോഷക നദിയാണ്. കാവേരി നദിയുടെ പോഷക നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത്. കബനി, ഭവാനി, പാമ്പാർ. അടുത്തത്, താഴെ തന്നിട്ടുള്ള കേരളത്തിലെ നദികളിൽ ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി. ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഭാരതപ്പുഴ. ശിവഗിരി മലയിൽ നിന്നാണ് പെരിയാർ ഉത്ഭവിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള കുട്ടികളുടെ അവകാശ ബില്ല് പ്രാബല്യത്തിൽ വന്നത് 2010-ലാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്